പലപ്പോഴും നമുക്ക് അധികാരബോധം ഇല്ലാതെ പോവുകയും അവകാശബോധം ഉണ്ടാവുകയും ചെയ്യുന്നു. അവകാശബോധം കിട്ടാനുള്ളതിനെ പറ്റിയിട്ട് ഭയങ്കര ബോധമാണ്. ഇപ്പൊ വയസ്സന്മാർക്കൊക്കെ ഭയങ്കര അവകാശബോധമാണ്. കുട്ടികളൊക്കെ ഞങ്ങളെ നല്ല ബഹുമാനിക്കണം എന്ന്. അതിന് അവകാശബോധം എന്നാ പറയാ, ഒരു കാര്യമില്ല. അധികാരബോധമാണ് വേണ്ടത്. ഞാൻ നാളും പ്രായമുള്ള ഒരു വയസ്സനായ ആളാണല്ലോ അല്ലേ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ അങ്ങനെ ചെല്ലാൻ പാടില്ല. അതാണ് അധികാരബോധം എന്ന് പറയുന്നത്. അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ, അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല. പലപ്പോഴും നമുക്കുള്ളത് അധികാരബോധമല്ല, അവകാശബോധമാണ്. 10-18 കൊല്ലം ഞാൻ ഓനെ നോക്കി വളർത്തിയിട്ട് ഓന്നാലും എന്നോട് ചെയ്തതല്ലേ, അതിനാണ് അവകാശബോധം എന്ന് പറയാ. 10-18 കൊല്ലം ഞാൻ ഓനെ നോക്കിയിട്ട് ആ ചങ്ങായി കുരുത്തക്കെട് കാട്ടിന് കണ്ടില്ലേ, ഞാൻ ഓനെ നോക്കിയത് നേരായില്ലേ എന്നാവോന്ന് ചിന്തിക്കുന്നതിനാണ് അധികാരബോധം എന്ന് പറയുന്നത്. അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ, അവകാശബോധം കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കുക എന്നത് ഭക്ഷണം വിശാലമാവാനും ആയുസ് ദീർഘമാവാനും വേണ്ടി വളരെ ഉപയുക്തമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നിലയിലുള്ള കുടുംബം, ഇവിടെ ഉദ്ഘാടനത്തിലൊരായത്തോതി ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈകും. തീർച്ചയായും മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്മയെ ഉണ്ടാക്കണം. ഇവിടെ ഒരു വലിയൊരു സംഗതിയുണ്ട്. ഈ ഇഖ്വാന് ഇഖ്വത്ത്, നമ്മൾ മുഅ്മിനീങ്ങളുടെ കുടുംബമാണ് പോയി കൂടിയിട്ടുള്ളത്. ഇഖ്വാനും ഇഖ്വത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. സഹോദരങ്ങൾ, ഇഖ്വാൻ എന്ന് പറയുന്ന സഹോദരൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാനുജന്മാരാണ്, രക്തത്തിൽ പിടന്നവർക്ക് ഉപയോഗിക്കുന്നതാണ്. അതേ വാക്കാണ് മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിച്ചത്, ഇഖ്വാൻ ഇഖ്വത്ത് എന്ന വാക്ക്. അവർ രക്തത്തിൽ പിറന്ന സഹോദരങ്ങളാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ ബാക്കിയുണ്ട്. എന്താണ് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം നിലനിൽക്കാൻ ചെയ്യേണ്ടത് എന്ന് അതിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ നസാഅൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ നിസാഇൻ നസാഅൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ ഫമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, ഒരുപക്ഷേ പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായത്. ആരെയും കളിയാക്കരുത്. കളിയാക്കുന്നവൻ 2ാം സ്ഥാനത്തും കളിയാക്കപ്പെടുന്നവൻ 1ാം സ്ഥാനത്തും. ഒരു പിരാന്ത് അങ്ങനെ പോണുണ്ടോ? എടാ പിരാന്താന്ന് വിളിച്ച് കളിയാക്കിയാൽ പിരാന്തൻ 1ാം സ്ഥാനത്തും വിളിച്ച ഓവലത്തും ഇരിക്കണോ 2ാം സ്ഥാനത്തേക്കും പോയി. ആരെ പരിഹസിച്ചാലും പരിഹസിക്കുന്നവൻ 2ാം സ്ഥാനക്കാരൻ, പരിഹസിക്കപ്പെടുന്നവൻ 1ാം സ്ഥാനക്കാരൻ. ആയത്ത് നസ്, നിങ്ങൾ ആരെയും കളിയാക്കരുത്. വലാ തൽമിസു അൻഫുസകും, നിങ്ങളാരും സ്വന്തം ശരീരത്തെ ആക്രമിക്കരുതേ. സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് മയക്കുമരുന്ന് ഉപയോഗം. തൂങ്ങി മരിക്കുക, സ്വന്തമായിട്ട് കിണറ്റി ചാടുക, ഞരമ്പ് മുറിക്കുക, ഇതൊക്കെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. മയക്കുമരുന്ന് ഉപയോഗം സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന. ഞാനൊരു വാക്ക് കൂട്ടത്തിൽ പറയാം. മദ്യപാനിയോട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനോട് അവന് തന്നെ ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളതാണ്. വേറൊരു മനുഷ്യനും ഇഷ്ടമുണ്ടാവില്ല, വേറെ കാര്യം. മദ്യപാനിയെ അവന് തന്നെ ഇഷ്ടമല്ല. ഒരു കള്ളുടിയൻ ഒരിക്കലും വേറെ ഒരു കള്ളുടിയന് ഓന്റെ മകളെ അറിഞ്ഞിങ്ങാണ്ട് കെട്ടിച്ചു കൊടുക്കൂല. അതിന്റെ അർത്ഥം എന്താ? ഓനോട് ഓനിഷ്ടല്ല എന്നാണ് അതിന്റെ അർത്ഥം. വളരെ മോശപ്പെട്ട പരിപാടിയാണ് അത്. ചെക്കുത്താന്റെ പ്രവർത്തനമാണെന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട്. റിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമായതാണ്, ശൈത്താന്റെ പണിയുമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങളാണ് മയക്കുമരുന്നിനെ ഉപയോഗിപ്പിക്കുന്നത്.
രക്ഷിതാക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. മയക്കുമരുന്ന് വളരെ അധികം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും. എൻ്റെ അടുക്ക് ഇപ്പം അടുത്ത് വന്ന ഒരു കേസ്, സുബഹിക്ക്, മഗ്‌രിബിക്ക്, ഇശാക്ക് 3 വക്തിന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കേസാണ്. ളുഹുർക്കും അസർക്കും പിന്നെ അവൻ അവിടെ ഇല്ലാത്തോണ്ട് വരായിയാണ്. അങ്ങനത്തെ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. വാപ്പ കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ ഒരോട്ടുള്ള ഞാൻ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ ഒരോട്ടല്ല, അതിലുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തന്നു. വലിയ പ്രശ്നമാണ്. രക്ഷിതാക്കൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. കുട്ടികളിലുള്ള മാറ്റങ്ങൾ എപ്പോഴും നിരീക്ഷിക്കണം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കുറെ അടയാളങ്ങളുണ്ട്. ജനറ്റിക്കായി ജന്മന ഒരു മനുഷ്യന് ഉള്ള കാര്യമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ബാധകമല്ല. അല്ലാത്ത തരത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കണ്ണിന്റെ കൺമണി, കറുത്ത മണി വലുപ്പം കൂടി വരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക്. കണ്ണിന്റെ ചുവപ്പ് കൂടി വരും. താഴേക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടും. വാതിൽ കുറ്റിയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടും. പരിചയമില്ലാത്ത, നിലവിൽ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുമായി സഹവാസം ഉള്ളത് കാണാം. ചെറിയ ചെറിയ കളവുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടും. 20 റുപ്യ, 30 റുപ്യ, 50 റുപ്യൊക്കെ ചെറിയ കളവുകൾ, വലിയ വലിയ കളവൊന്നും ഉണ്ടാവില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം വിൽക്കാൻ ശ്രമിക്കുന്നത് കാണാം. സൈക്കിൾ ഉദാഹരണം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. കുട്ടി കടന്നുറങ്ങുന്ന റൂം രാവിലെ അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതുപോലെ തോന്നുക. രാത്രി സമയങ്ങളിലും റൂമിലുണ്ടാകുന്ന സമയത്തും സ്പ്രേ അടിക്കുകയോ അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നതോ ശ്രദ്ധയിൽപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, സംശയിക്കണം. പരിചയമില്ലാത്ത എന്തെങ്കിലും ചെറിയ ബോക്സുകള്, ഗുളികകള്, സ്റ്റിക്കറുകള്, അങ്ങനെയൊക്കെയുള്ള സാധനം കാണുകയാണെങ്കിൽ അതിന്റെ ഫോട്ടോ അപ്പം തന്നെ എടുക്കുക. എല്ലാവരുടെ മൊബൈൽ ഉണ്ടല്ലോ, ഗൂഗിൾ എടുക്കുക. ഈ പേര് മലയാളത്തിൽ അടിച്ചാല് ഈ സാധനം എന്താണെന്ന് മൂപ്പര് പറഞ്ഞുതരും. ഈ ഗൂഗിൾ ഉസ്താദ് എന്ന് പറഞ്ഞത് വലിയ വിവരമുള്ള മനുഷ്യനാണ്. എന്ത് കാര്യം ചോദിച്ചാലും പറഞ്ഞുതരും. ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഒഴിവുള്ളവന്റെ പേരാണ് വാപ്പാൻ. ഇങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ വാപ്പാനോട് പറയുന്ന പെണ്ണിന്റെ പേരാണ് ഉമ്മാൻ. അല്ലാത്തവർക്ക് വേറെ പുതിയാപ്പള, പുതിയണ്ണൊക്കെ പേരിടേണ്ടി വരും. വാപ്പാന്നും ഉമ്മാന്നൊന്നും പറയാൻ കഴിയൂല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ആരെയും ഒഴിവാക്കണ്ട, എല്ലാവരെയും ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. എപ്പോഴും മാതാപിതാക്കൾ കുട്ടികളോട് ഫ്രണ്ട്ലിയായി ചങ്ങായിമാര് പെരുമാറും പോലെ, എന്നാൽ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറണം. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ വാപ്പാനോട് പറയുന്ന അവസ്ഥ ഉണ്ടാവണം, ഉമ്മാനോട് പറയുന്ന അവസ്ഥ ഉണ്ടാവണം. എന്നാലൊക്കെ നമുക്ക് നേട്ടങ്ങളെ ഉണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ. കാരണം ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ വിപുലമായിട്ടാണ് മയക്കുമരുന്ന് മാഫിയകൾ പിടിമുറുക്കിയിട്ടുള്ളത്. സൗജന്യമായി ആദ്യം കൊടുക്കുന്നു, പിന്നെ ചെറിയ ചെറിയ പൈസക്ക് കൊടുക്കുന്നു, പിന്നെ വലിയ വലിയ പൈസകൾക്ക് കൊടുക്കുന്നു. പഠനത്തിൽ വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന കുട്ടി ഈ പറയണത് ആൺകുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല കേട്ടോ, പെൺകുട്ടികളെയും ശ്രദ്ധിക്കണം. പെൺകുട്ടികളും ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം പേർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അഡിക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ്. അഡിക്ഷൻ പിടിപെട്ട ആളെ സയൻസിന്റെ കാഴ്ചപ്പാടിൽ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ സാധ്യമല്ല. ക്യാൻസർ പോലെയുള്ള അസുഖമാണ്, മാറ്റാൻ കഴിയുന്ന അസുഖമല്ല എന്നാണ് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, വാപ്പയും ശ്രദ്ധിക്കണം, ഉമ്മയും ശ്രദ്ധിക്കണം. എന്ന് ഇന്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. എല്ലാതും നമ്മളെ കുട്ടികൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ നന്നായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ പറയാം.